റോഷിപാൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് പോകേണ്ട. റോഷിപാൽ, ഇത് വലിയൊരു ഡെവലപ്മെന്റിലേക്ക് പോവുകയാണ്. കാരണം പാർട്ടിക്കുള്ളിൽ അസംതൃപ്തനായി ആട്ടും തുപ്പുമേറ്റ് കിടക്കാൻ തന്നെ കിട്ടില്ല. ഐ ഹാവ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ആ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച ചർച്ചകളും തരൂർ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണ്ടേ കരുതാൻ? സുജയ, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സാധ്യതകളുണ്ട്. അത് ദേശീയ രാഷ്ട്രീയത്തിലായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും. നേരത്തെ തന്നെ തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിൽ അതൃപ്തി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തുടർച്ചയായി തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചിട്ടും തന്നെ പാർട്ടി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയായിരുന്നു ശശി തരൂരിന് നേരത്തെ ഉണ്ടായിരുന്നത്. അത് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വമാകട്ടെ, അത് ദേശീയ തലത്തിലാകട്ടെ, പാർലമെന്റിലാണെങ്കിൽ സംസാരിക്കാൻ പോലും അവസരം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. വേദികൾ ശശി തരൂരിന് നൽകുന്നില്ല. രാജ്യത്തിന് പുറത്ത് ഒട്ടേറെ വേദികൾ ശശി തരൂർ ലഭിക്കുമ്പോൾ സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്താകമാനോ ശശി തരൂരിനെ വേദികളിൽ പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസ് താല്പര്യമെടുക്കുന്നില്ല എന്ന വിമർശനം തരൂരിനെ പിന്തുണയ്ക്കുന്നവർക്കും ഉണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാനത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ തരൂരിനെ കൂടെ മുൻനിർത്തണമെന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു നിലപാട് ഘടകകക്ഷികളൊക്കെ സ്വീകരിക്കുമ്പോഴും സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തരൂരിനെ അവഗണിക്കുന്നു എന്നാണ് തരൂരിന് ഒപ്പമുള്ളവരുടെയും പരാതി. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകിയതാണ്. തരൂരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തരൂർ അതൃപ്തി നിലനിർത്തുന്നു എന്ന് മാത്രമല്ല, തരൂരിനെ അനുനയിപ്പിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ആ നീക്കം അത് പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി ഏറെ നേരം തരൂരുമായി സംസാരിച്ചു, പക്ഷേ അതിലൊന്നും ഒരു സമവായം ഉണ്ടായില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തരൂർ ഇപ്പോൾ തുറന്നടിച്ചതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ തയ്യാറെടുക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് തരൂരിൻ്റെ ഈ കടുത്ത പ്രതികരണം വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, തരൂരിനെ കാത്ത് BJPയും CPMഉം ഉണ്ട്. ഇവർ രണ്ടുപേരും തരൂരിനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അവർ തരൂരുമായി ആശയവിനിമയം നടത്തുന്നു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തരൂരിൻ്റെ ഈ പ്രതികരണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും നിർണായകമാണ് തരൂരിൻ്റെ പ്രതികരണം. ഇത് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തരൂർ ആലോചന നടത്തുന്നു എന്നതിൻ്റെ തെളിവായി കൂടി വിലയിരുത്തേണ്ടി വരും. നേരത്തെ തരൂർ LDFനെതിരെയുള്ള പോരാട്ടത്തിന് ഒപ്പമുണ്ടാകണമെന്ന് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല ദില്ലിയിൽ പ്രതികരിച്ചിരുന്നു. ഒരുപക്ഷെ തരൂർ കോൺഗ്രസ് വിട്ടേക്കുമെന്ന് ഭയന്നാകാം രമേശ് ചെന്നിത്തല അങ്ങനെ പ്രതികരിച്ചതെന്ന് വിലയിരുത്തേണ്ടി വരും. സംസ്ഥാനത്ത് K. സുധാകരൻ KPC അധ്യക്ഷൻ തരൂരിനൊപ്പം നിന്ന് തരൂരിനെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രതികരിക്കുമ്പോഴും അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ അടക്കമുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളും തരൂരിനെ പൂർണ്ണമായും തള്ളി തരൂരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾക്കൊന്നും തരൂർ അതേ നാണയത്തിൽ പ്രതികരിക്കാൻ പറയുന്ന വാചകം ഇതൊരു പോഡ്കാസ്റ്റാണ്. പോഡ്കാസ്റ്റിൽ തരൂർ പറഞ്ഞ വാചകം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന്റേതായിട്ടുള്ള ആ വോട്ട് ബാങ്ക് കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല, കമ്മിറ്റഡ് വോട്ട് ബേസ് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 19%. ഈ ഒരു വോട്ട് ബാങ്ക് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയി 26 മുതൽ 27% വരെ വോട്ട് ബാങ്ക് ലഭിച്ചാൽ മാത്രമേ അധികാരത്തിലെത്താൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നമ്മെ പിന്തുണയ്ക്കാത്ത ആളുകളുടെ പിന്തുണ കൂടി നേടിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭരണത്തിലേക്ക് വരാൻ കഴിയൂ എന്ന പ്രായോഗികമായ ഒരു അഭിപ്രായം ശശി തരൂർ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സ്വന്തം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ശശി തരൂർ ഈ അഭിമുഖത്തിൽ പറയുന്നത് തിരുവനന്തപുരത്ത് പാർട്ടിക്ക് കിട്ടുന്നതിനേക്കാൾ തനിക്ക് വ്യക്തിപരമായി കിട്ടിയ പിന്തുണ കൂടിയാണ് വിജയത്തിലേക്ക് നയിച്ചത്. താൻ സംസാരിക്കുന്നതും ആളുകളോട് ഇടപെടുന്നതും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. കോൺഗ്രസിന് എതിരായി നിൽക്കുന്ന ആളുകൾ, ദോസ് ഹു ആർ ജനറലി അഗെയിൻസ്റ്റ് ദ കോൺഗ്രസ് വോട്ടഡ് ഫോർ മീ, അതാണ് 2026 നമുക്ക് വേണ്ടത്. കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന കോൺഗ്രസിന്റേതായ വോട്ട് ബാങ്കിനപ്പുറം നിഷ്പക്ഷരായി നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റു കക്ഷികളിലുള്ള വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് കൂടി എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അധികാരത്തിലേക്ക് എത്താൻ കഴിയൂ. അല്ലാത്ത പക്ഷം 3ാം വട്ടവും പ്രതിപക്ഷത്തായിരിക്കും ഇരിക്കേണ്ടി വരിക എന്ന മുന്നറിയിപ്പ് കേരളത്തിലെ കോൺഗ്രസിന് ശക്തമായ ഒരു നേതാവിന്റെ അഭാവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ്. കോൺഗ്രസ് ആലീസ് ഇൻ ദ UDF ഹാവ് ടോൾഡ് മീ സോ എന്ന് പറയുന്നു. സഖ്യകക്ഷികൾ ഹൈക്കമാൻഡിനെ നിലപാടറിയിക്കാൻ ലീഗ് അടക്കം പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് PR സുനിൽ ഹൈക്കമാൻഡിനെ നേരിട്ട് ഇപ്പോൾ UDFനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ തർക്കങ്ങളിൽ പടലപ്പിണക്കത്തിലൊക്കെ അതൃപ്തി അറിയിക്കാൻ ലീഗ് ഹൈക്കമാൻഡിനെ കാണാനായി തീരുമാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് വരുന്നത്. ഈ പോഡ്കാസ്റ്റ് പബ്ലിഷ് ആയിട്ടില്ല, 26-ാം തീയതി ആകുന്നുള്ളൂ. എങ്കിൽ പോലും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലൂടെ അതിന്റെ ഉള്ളടക്കം പുറത്തു വന്നിരിക്കുന്നു. അത് ഹൈക്കമാൻഡിന്റെയും ശ്രദ്ധയിലേക്ക് വരികയല്ലേ?
തീർച്ചയായും ശശി തരൂരിന്റെ ഈ വാക്കുകൾ തീർച്ചയായും ഹൈക്കമാൻഡിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ശശി തരൂർ തന്റെ പാർട്ടിയിലെ റോൾ എന്താണ് എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈക്കമാൻഡ് എന്ത് ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്ത് നമുക്കറിയാം രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ല. ലീഗ് അടക്കം സുജയ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസിലെ അല്ലെങ്കിൽ UDF ഐക്യമില്ലായ്മയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ശശി തരൂർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ കുറേ കാലമായി ദേശീയ തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കോൺഗ്രസിന്റെ പ്രധാന മുഖങ്ങളായിരുന്ന നേതാക്കളൊക്കെ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ പ്രമുഖരായ ഒരുപാട് നേതാക്കളാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, ജ്യോതിരാദിത്യ സിന്ധ്യ, ജിതിൻ പ്രസാദ് തുടങ്ങി ഒരുപാട് നേതാക്കൾ അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി. പ്രിയങ്ക ചതുർവേദിയെ പോലെ കോൺഗ്രസിന് വേണ്ടി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്ന നേതാവ് പുറത്തേക്ക് പോയി. അങ്ങനെ കോൺഗ്രസിന് പ്രിയപ്പെട്ട ഒരുപാട് പേർ